ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഊട്ടി ട്രിപ്പിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല ചൂടുള്ളൊരു കട്ടൻ കൂടെ കുടിച്ചു. അതുപോലെ തന്നെ തലേ ദിവസം രാത്രി നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളാരും നീച്ചിട്ടില്ല, എല്ലാവരും ഉറങ്ങാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മുട്ട ഓംലെറ്റും നൂഡിൽസായിട്ടും ഉണ്ടാക്കുന്നത്. അങ്ങനെ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. മസാല ഇടണം, അത് കഴിഞ്ഞിട്ട് മാഗി ഇടണം. ഇടണം മസാല ഇട്ടിട്ട് ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ട നൂഡിൽസ് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ അത് മിക്സ് ചെയ്യണം. മാഗി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ്. താങ്ക് യു ഗായ്സ്. സമയം 9:45 കഴിഞ്ഞിട്ടുണ്ട്. നല്ല കോടുണ്ട്. നോക്ക് മക്കളെ, നോക്ക്, കാണു മക്കളെ, കാണു സുഹൃത്തുക്കളെ. അങ്ങനെ രാവിലത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. നൂഡിൽസും മുട്ടയാണ് ഇട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാണ്. മോള് നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ദോമോളും ഇക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഇനി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലെ ബെഞ്ച്മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. അവിടുന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ദൊഡ്ഡപേട്ട വ്യൂ പോയിന്റിലേക്കാണ്. അതല്ലെങ്കിൽ സൂയിസൈഡ് വ്യൂ പോയിന്റ്, അവിടേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. പോകുന്ന വഴിക്ക് നല്ല ഫ്രഷ് ക്യാരറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹങ്കർ ഫോർട്ടിലേക്കായിരുന്നു. അവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇട്ടത്. ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല തേയിലൊക്കെ വന്നിട്ട്. പിന്നെ കാര്യമായിട്ട് അവിടെ ഒന്നും കാണാനൊന്നുമില്ല, ഇതിനുള്ളൂ. വേറെ ഡാൻസ്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് ഗൂഡല്ലൂരുള്ള മൂത്തമ്മാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ അവിടുന്ന് പോന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.